ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു കൊത്തു ചപ്പാത്തീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ കൊത്തു പൊറാട്ടേൻ്റെ ചപ്പാത്തി വേർഷൻ. ടേസ്റ്റിൽ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സ്ക്രാമ്പിൾഡ് എഗ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഒരു 6 ചപ്പാത്തി എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് 3 4 നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എഗ്ഗ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് അധികം എഗ്ഗിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ 2 എഗ്ഗ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ 2 എഗ്ഗിന് ആവശ്യമായിട്ടുള്ള സോൾട്ട് ഞാൻ ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് മാറ്റി വെക്കാം. എഗ്ഗ് മാറ്റിയതിന് ശേഷം സെയിം അതേ പാൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് മീഡിയം സൈസ് 2 തക്കാളി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ തക്കാളി ആണെങ്കിൽ 1 തന്നെ മതിയായിരിക്കും കേട്ടോ. ഉള്ളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഈ തക്കാളി തന്നെ ആയിരിക്കണം ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവേണ്ടത്. അതൊന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. ഇപ്പം എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുക്കുന്നത്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു മണം ഉണ്ടാവില്ല, ഒരു പച്ചമണം, അതൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഈ 1 ടീസ്പൂൺ ഇട്ടിട്ട് അധികം ഒന്നും എരിവ് ഉണ്ടായിരുന്നില്ല, ചെറിയൊരു എരിവ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തികച്ചും ഓപ്ഷണൽ മാത്രമാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിലും മാത്രം ആഡ് ചെയ്താൽ മതി. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത്. ഇത് ആഡ് ചെയ്തിട്ടില്ലെങ്കിലും ടേസ്റ്റിൽ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസ്, ടൊമാറ്റോ കച്ചപ്പൊക്കെ ആഡ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഒനിയൻ ആഡ് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പം നമുക്കിനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കഷ്ണം ഉള്ളിയാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേ ഉള്ളി ആയിട്ടുണ്ടെങ്കിലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വരണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ മസാലയിലേക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ മുമ്പേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പാത്തി ഇല്ലായിരുന്നു, ആ ചപ്പാത്തി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ മസാലയൊക്കെ അതിൽ പിടിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇത് ചപ്പാത്തി ആയതുകൊണ്ട് ഇത് കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പം നമുക്ക് കുറച്ചൊരു സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉപ്പ് വേണമെന്ന് ഈ ടൈമിലൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് ക്യാപ്സിക്കം ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് കുറച്ച് ടേസ്റ്റ് കൂടും. അതേപോലെ തന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും തികച്ചും ഓപ്ഷണൽ മാത്രമാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അതേപോലെ വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് കുരുമുളക് പൊടി ഇടാം കേട്ടോ, ഞാൻ മറന്നുപോയി ഇടാൻ. അപ്പോൾ നമ്മളെ കൊത്തു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇല്ലാത്ത സാധനങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ കുറച്ച് ടൈം ഒന്ന് ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാൻ ടാറ്റാ.